കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതോടെ മലയാള സിനിമാ ലോകവും അമ്മ സംഘടനയുമാണ് എങ്ങും ചർച്ചാ വിഷയം. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മലയാള സിനിമയുടെ ഭാഗമായിട്ടുള്ള ചില താരങ്ങള് വെളിപ്പെടുത്തിയിട്ടുള്ള കാസ്റ്റിംഗ് കൗച്ച് അനുഭവങ്ങള് സത്യമാണെന്ന് ശരിവെക്കുന്ന തരത്തിലുള്ളതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. തൊഴിലിന് പകരം ശരീരം ആവശ്യപ്പെടുന്നുണ്ടെന്നും അഭിനയിക്കാൻ രക്ഷിതാക്കള് ഒപ്പം പോവേണ്ടി വരുന്നുവെന്നും ആളുകള് മുറിയുടെ വാതിലുകളില് മുട്ടുന്നത് പതിവാണെന്നും ഹേമ കമ്മീഷനിലെ മൊഴികളില് വ്യക്തമാവുന്നു. വാതില് പൊളിഞ്ഞ് വീഴുമെന്ന് പോലും ആശങ്കപ്പെട്ടിട്ടുള്ള അതിഗുരുതര ആരോപണമാണ് റിപ്പോർട്ടിലൂടെ പുറത്തുവരുന്നത്. സിനിമയിലെ നായകനും നായികയും പരസ്പര സമ്മതത്തോടെ മുമ്പും ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നെന്ന് നടിയും ഹേമ കമ്മിറ്റി അംഗവുമായ ശാരദയും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയാകുന്ന സാഹചര്യത്തില് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് നടൻ കൊല്ലം തുളസി നടത്തിയ ചില വെളിപ്പെടുത്തലുകളാണ്. പേര് കേട്ട് സ്ത്രീയാണെന്ന് തെറ്റിദ്ധരിച്ച് തന്നോടും ഒരാള് മോശമായി പെരുമാറിയെന്നാണ് കൊല്ലം തുളസി വൈറല് വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയിരുന്നു. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സ്വീകരണം. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വരുന്നു, പ്രൊഡ്യൂസർ അപ്പുറത്ത് നിൽക്കുന്നു. മാത്രമല്ല പ്രൊഡ്യൂസറുടെ മുറിയുടെ അടുത്ത് തന്നെ എനിക്ക് ഒരു AC റൂം അവർ തന്നു. മാത്രമല്ല പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്നോട് പറഞ്ഞു, പ്രൊഡ്യൂസർ ഇങ്ങോട്ട് വരും കഥകെടുക്കരുതെന്ന്. എന്നോട് തന്നെ കള്ളം പറയുന്നത് എനിക്ക് അപ്പോൾ ഒന്നും മനസ്സിലായില്ല. മാത്രമല്ല ദുശ്ചിന്തകളും വന്നില്ല. അങ്ങനെ ശാപ്പാടെല്ലാം കഴിഞ്ഞ് 2 പെഗും അടിച്ചു. അത്രയും നേരം യാത്ര ചെയ്ത് വന്നതിന്റെ ക്ഷീണമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉറങ്ങാൻ കിടന്നു. പകുതി ഉറക്കമായപ്പോൾ ആരോ കതക് തുറന്ന് അകത്തേക്ക് വന്നു. ഞാൻ ചരിഞ്ഞ് കിടക്കുകയായിരുന്നു. എന്റെ അടുത്തേക്ക് അയാള് വന്നു. ശേഷം അവിടെ ഇരുന്ന് എന്നെ പതുക്കെ തടവാൻ തുടങ്ങി. അതിനിടയിൽ അങ്ങേർക്ക് പിടികിട്ടി കിടക്കുന്നത് പെണ്ണല്ലെന്ന്. അങ്ങേർ ഉടനെ ലൈറ്റ് ഇട്ടു. ആരടാ എന്ന് ചോദിച്ചു. ഞാൻ എന്റെ പേര് പറഞ്ഞു, കൊല്ലം തുളസിയെന്ന്. നീയാണോ കൊല്ലം തുളസി എന്നാണ് അങ്ങേര് എന്നോട് തിരിച്ചു ചോദിച്ചത്. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് കൊല്ലം തുളസി പെണ്ണാണ്, നടിയാണ് എന്നൊക്കെ തെറ്റിദ്ധരിച്ചാണ് ഇങ്ങേര് എനിക്ക് AC റൂമൊക്കെ അഡ്ജസ്റ്റ് ആക്കി തന്നതെന്ന് എന്നാണ് കൊല്ലം തുളസി പറഞ്ഞത്. വീഡിയോ വൈറലായതോടെ ട്രോളുകളും മീമുകളും കമന്റുകളും നിറഞ്ഞു. മുറിയില് തുളസിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും, മുഴുവൻ പേര് പറഞ്ഞു കാണില്ല. പേര് കേട്ടാലും അത് ചാടി വീഴും. സംഗതി കൊല്ലം തുളസിയുടെ കഥ കോമഡിയായിട്ടുണ്ടെങ്കിലും ഇതുപോലെ വന്നുപെട്ട സ്ത്രീകള് കന്നുപോയൊരു അവസ്ഥ ഓർക്കാൻ കഴിയുന്നില്ല. ഇത് ഇങ്ങേര് പണ്ടേ പറഞ്ഞതാ അന്ന്. പക്ഷെ എല്ലാരും ഒരു തമാശയായി എടുത്തു. എന്നാൽ കഴിഞ്ഞ ദിവസം ഇത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടു എന്നെല്ലാമാണ് കമന്റുകള്. 2019 ഡിസംബർ 31 ഹേമ കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യവുമായി മലയാള സിനിമയിലെ വനിതാ സംഘടനയായ WCC അടക്കമുള്ളവര് രംഗത്തെത്തിയിരുന്നു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാന് വിവരാവകാശ കമ്മീഷനാണ് ഉത്തരവിട്ടത്. ഇന്ന് കോംപ്രമൈസ്, അഡ്ജസ്റ്റ്മെന്റ് എന്നീ വാക്കുകള് മലയാള സിനിമയിൽ സാധാരണമാണെന്നും കാസ്റ്റിംഗ് കൗച്ച് മുമ്പും സിനിമയിൽ ഉണ്ടായിരുന്നുവെന്നും നടി ശാരദ വെളിപ്പെടുത്തുന്നു. മലയാള സിനിമ രംഗത്ത് സ്ത്രീകള് നേരിടേണ്ടി വന്നത് കൊടുംക്രൂരതയെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് റിപ്പോർട്ടില് പറയുന്നത്. മലയാള സിനിമയില് കാസ്റ്റിംഗ് കൗച്ചുണ്ടെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് റിപ്പോർട്ടിലെ പ്രധാന ഭാഗം. അവസരം കിട്ടാന് വിട്ടുവീഴ്ച ചെയ്യണം, വഴങ്ങാത്തവർക്ക് അവസരം ലഭിക്കില്ല. ഒറ്റയ്ക്ക് ഹോട്ടല് മുറിയില് ഭയമാണെന്ന തരത്തിലുള്ള മൊഴികളാണ് റിപ്പോർട്ടില് പറയുന്നത്. ഒരു ചുംബനരംഗത്തില് അഭിനയിക്കാനും ശരീരത്തിന്റെ പിൻഭാഗം തുറന്നുകാട്ടാനും താൻ നിർബന്ധിതയായെന്ന് മറ്റൊരു നടിയുടെ മൊഴിയില് പറയുന്നു. ഇതിനു പുറമെ സിനിമ മേഖലയില് പ്രതിഫലത്തിന്റെ കാര്യത്തിലും വിവേചനം നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെയാണ് സിനിമയില് പ്രതിഫലം നിശ്ചയിക്കേണ്ടതെന്നും മികച്ച അഭിനയം കാഴ്ചവെക്കുന്നവർക്ക് മികച്ച പ്രതിഫലം നൽകേണ്ടതെന്നും എന്നാൽ സിനിമ മേഖലയില് നടക്കുന്നത് അതല്ലെന്നും റിപ്പോർട്ടില് ചൂണ്ടിക്കാട്ടുന്നു. മഹേഷ് നാരായണനും ഷാജികുമാറും ചേർന്ന് തിരക്കഥയൊരുക്കിയ ടേക്ക് ഓഫ് ചിത്രം ഉദാഹരണം പറഞ്ഞാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ടേക്ക് ഓഫ് എന്ന ചിത്രത്തില് പ്രധാന കഥാപാത്രം ചെയ്ത നടിയേക്കാള് കൂടുതല് പ്രതിഫലമാണ് അതില് കുറഞ്ഞ സമയം മാത്രം സ്ക്രീനിലെത്തിയ 2 നടന്മാർക്ക് നൽകിയത്. ഇത്തരത്തിലുള്ള അന്യായം സിനിമയില് പതിവാണെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നു. ഇറാഖില് ബന്ദിയാവാന് പോകുന്ന സമീറ എന്ന നഴ്സിന്റെ പൂർവ്വജീവിതമാണ് ചിത്രത്തിന്റെ കഥ. മലയാളത്തില് സമാനതകളില്ലാത്തത് എന്നതെന്ന് പറയാവുന്ന സമീറയെ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു കഥാപാത്രമായി മാറ്റാൻ പാർവതിക്ക് കഴിഞ്ഞിരുന്നു. മലയാളത്തില് അത്രയധികം നായിക കഥാപാത്രങ്ങളൊന്നും കടന്നുപോയിട്ടില്ലാത്ത തരം ജീവിത സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുന്ന സമീറ എന്ന ക്യാരക്ടറിന്റെ മികവ് തന്നെയാണ് ചിത്രത്തിന്റെ വിജയം. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതില് നടീനടന്മാരെ സ്വാധീനിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്.
അതില് ദീർഘനാളായുള്ള അഭിനയ പാഠവും പ്രധാന ഘടകമാണ്. അതിനു പുറമെ ആ കഥാപാത്രത്തിനായി അവരെടുക്കുന്ന പരിശ്രമവും എടുത്തു പറയണം. തല മൊട്ടയിടിക്കുന്നതും ശരീരഭാരം കുറയ്ക്കുന്നതുമെല്ലാം ഇതിന്റെ ഭാഗമാണ്. സിനിമയിലെത്തുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകള് പ്രതിഫലത്തിന്റെ കാര്യത്തില് കടുത്ത വിവേചനമാണ് നേരിടുന്നതെന്നും റിപ്പോർട്ടില് പറയുന്നു. മിനിമം വേതനം പോലും ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ലഭിക്കുന്നില്ല. അസിസ്റ്റന്റ്, അസോസിയേറ്റീവ് ഡയറക്ടർമാരുടെ കാര്യവും വ്യത്യസ്തമല്ല. വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന ഇവർക്ക് അവരുടെ ജോലിക്ക് സമാനമായ വേതനം ലഭിക്കുന്നില്ല. ഈ മേഖലയില് 2 വർഷത്തിലധികമായി ജോലി ചെയ്യുന്നവർക്ക് ലഭിക്കുന്നത് 30,000 മുതൽ 1,00,000 രൂപ വരെ മാത്രമാണെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടില് പറയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടില് പരാമർശിക്കുന്ന കാര്യങ്ങളൊക്കെ പലപ്പോഴായി നമ്മളൊക്കെ പറഞ്ഞു കേട്ടതും ചർച്ച ചെയ്യപ്പെടുന്നതുമായ വിഷയങ്ങളാണെന്ന് നടൻ ഹരീഷ് പേരടി. സിനിമ മേഖലയിലെ സ്ത്രീകള് ഉന്നയിച്ചിരുന്ന വിഷയങ്ങൾക്കൊക്കെ ഒരു ആധികാരികത വന്നിരിക്കുന്നു എന്നതാണ് റിപ്പോർട്ടിന്റെ പ്രസക്തിയെന്നും ഇനി സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾക്കാണ് ഞങ്ങൾ കാത്തിരിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർക്കാർ ഈ റിപ്പോർട്ടിന്മേല് എന്തൊക്കെ നടപടികള് സ്വീകരിക്കും എന്നതാണ് പൊതുജനങ്ങൾക്ക് അറിയേണ്ടത്. മാറ്റിവെക്കപ്പെട്ട പേജുകളില് ഇരകളുടെ സ്വകാര്യതയെ മാനിക്കപ്പെടുന്നതും ബഹുമാനിക്കപ്പെടുന്നതും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ പേജുകളില് കുറെ വേട്ടക്കാരുണ്ട്. ആ വേട്ടക്കാർക്കെതിരെ സർക്കാർ എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നതെന്ന് നമുക്ക് അറിഞ്ഞേ പറ്റൂ. എത്ര വലിയ പ്രമുഖരായാലും വേട്ടക്കാർക്കെതിരെ നടപടിയെടുത്തേ പറ്റൂ. കുറ്റവാളിയായി കഴിഞ്ഞാല് അവരാരും പ്രമുഖരൊന്നുമല്ല. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നാണ് എന്റെ നിലപാട്. ഞാൻ അമ്മ താരസംഘടനയിൽ നിന്ന് രാജിവെച്ച ആളാണ്. ഇത്തരം വിഷയവുമായി ബന്ധപ്പെട്ട് തുടർച്ചയുടെ ഫലമായാണ് രാജി. ഒരു സംഘടന എന്ന നിലയിൽ ഇത്തരം പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അല്ലാതെ പഠിക്കട്ടെ, പറയട്ടെ എന്നല്ല പറയേണ്ടത്. ഹേമ കമ്മിറ്റി പോലുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ട് അവർ എന്താണ് പഠിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊക്കെ പക്ക അശ്ലീലത്തരങ്ങളാണ്. അത്തരം വർത്തമാനങ്ങളെങ്കിലും മാധ്യമത്തോടും പൊതുസമൂഹത്തോടും പറയാതിരിക്കുക. മറിച്ച് ഇത്തരം വിഷയങ്ങളെ നേരിടുക, അഡ്രസ് ചെയ്യുക. അതാണ് നട്ടെല്ലുണ്ടെങ്കിൽ താരസംഘടന ചെയ്യേണ്ടത്. ഇക്കാര്യങ്ങള് പരിശോധിച്ച് താരസംഘടനകള് നടപടിയെടുക്കണം. ഹരീഷ് പേരടി പറഞ്ഞു. 0.17 തവണ വരെ ഇത്തരത്തില് തുടരെ ഷോട്ടുകള് എടുപ്പിച്ച് ബുദ്ധിമുട്ടിച്ചതായി റിപ്പോർട്ടില് പറയുന്നു. കമ്മിറ്റി മുൻപാകെ മൊഴി നൽകിയ പലരും പറഞ്ഞ കാര്യങ്ങള് നടുക്കമുളവാക്കിയെന്ന് കമ്മിറ്റി അംഗങ്ങള് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. പലരും പരാതി നൽകാത്തത് ജീവഭയം കൊണ്ടാണെന്നും റിപ്പോർട്ടില് പറയുന്നു. തലേന്ന് ഉപദ്രവിച്ച ആളുടെ ഭാര്യയായി അഭിനയിക്കേണ്ടി വന്ന അനുഭവം കമ്മിറ്റി പുറത്തുവിട്ട റിപ്പോർട്ടില് പറയുന്നുണ്ട്. ഉപദ്രവിച്ച വ്യക്തി കൂടി അഭിനയിക്കുമ്പോൾ ആളുടെ മുഖത്തേക്ക് നോക്കാൻ തന്നെ പേടിയായെന്നാണ് ഒരാളുടെ മൊഴി. ഈ പേടി കാരണം 17 തവണ ടേക്ക് എടുക്കേണ്ടി വന്നു. ഇക്കാര്യങ്ങളെ എതിർത്താൽ അശ്ലീല ഭാഷയില് സൈബർ ആക്രമണം നടത്തും. പരാതി പറഞ്ഞാല് കുടുംബാംഗങ്ങളെയും ഭീഷണിപ്പെടുത്തും. ഐസിസിയെ പോലും ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഇത്തരം കാര്യങ്ങൾക്ക് സഹകരിക്കാത്തവരെ മീറ്റു പേഴ്സണ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വിധേയപ്പെട്ടില്ലെങ്കിൽ ഭാവി നശിപ്പിക്കും. അഭിനയിക്കാൻ മോഹമുള്ളവർ പലതും സഹിച്ചാണ് തുടരുന്നതെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് പരിഗണന ലഭിക്കുന്നില്ല. ടോയ്ലറ്റ് സൗകര്യങ്ങളും വസ്ത്രം മാറ്റുന്നതിനുള്ള ഡ്രസ്സിംഗ് റൂമുകളും പല സെറ്റിലും സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല. മാത്രമല്ല പല സെറ്റിലും വെള്ളം ലഭിക്കുന്നില്ല എന്ന നിലയിലും പറഞ്ഞിട്ടുണ്ട്. ആർത്തവ സമയത്ത് സിനിമാ സെറ്റില് കടുത്ത പ്രതിസന്ധികളാണ് സ്ത്രീകള് നേരിടുന്നതെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടില് പറയുന്നത്. ആ സമയങ്ങളില് നാപ്കിനുകള് മാറ്റിയിടാനും അവ നശിപ്പിക്കാനുമുള്ള സൗകര്യം ഷൂട്ടിംഗ് സ്ഥലങ്ങളില് സ്ത്രീകൾക്ക് ലഭിക്കാറില്ല. കൂടാതെ ടോയ്ലറ്റില് പോകുവാൻ സ്ത്രീകളെ അനുവദിക്കാറില്ല. ഷൂട്ടിംഗ് സെറ്റില് അത്തരം സൗകര്യങ്ങളും കൊടുക്കില്ല. അതിനാല് സ്ത്രീകള് വെള്ളം കുടിക്കാതെ പിടിച്ചു നിൽക്കും. ഇത് യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള ഭീകര ശാരീരിക അസുഖങ്ങൾക്ക് കാരണമാവുന്നു. പ്രൊഡക്ഷൻ യൂണിറ്റിലുള്ളവർ പുറത്തുള്ള ടോയ്ലറ്റില് പോകുവാൻ അനുവദിക്കാറില്ല. കാരണം ഇത്തരം പ്രാഥമിക ആവശ്യങ്ങൾ നടത്തുവാനായി ഏകദേശം 10 മിനിറ്റ് നടന്നാല് മാത്രമേ അത്തരം സ്ഥലങ്ങൾ കണ്ടുപിടിക്കാനാവൂ. ഒരു ജൂനിയർ ആർട്ടിസ്റ്റായി സിനിമയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീ പറഞ്ഞ വാക്കുകളാണിത്. സ്ത്രീകളുടെ പ്രാഥമിക ആവശ്യങ്ങളെ പോലും നിഷേധിക്കുന്ന ഇത്തരം അധാർമിക പ്രവൃത്തികള് ഇതാദ്യമായല്ല ഉണ്ടാവുന്നതെന്നും വ്യക്തമാണ്. എന്നാല് പ്രമുഖരുടെ ഭീഷണിയെ തുടർന്ന് പലരും ഭയന്ന് ജീവിക്കുകയായിരുന്നു. ടോയ്ലറ്റ് സൗകര്യങ്ങള് നിഷേധിക്കുന്നതിനാല് സ്ത്രീകള് വെള്ളം കുടിക്കാതിരിക്കും. ഇതുവഴി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് പലർക്കും അറിയാം. സ്ത്രീകള് വെള്ളം കുടിക്കാതിരിക്കുന്നത് പിന്നീട് അവർക്കൊരു ശീലമായി. പക്ഷേ സാഹചര്യങ്ങൾ ഇത്രയും ഭീകരമായിരുന്നു. പല ആർട്ടിസ്റ്റുകളെയും ഇത്തരത്തില് സെറ്റിൽ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അഭിനേതാക്കളായ സ്ത്രീകള് മാത്രമല്ല, ഹെയർ സ്റ്റൈലിസ്റ്റുകള്, അവരുടെ അസിസ്റ്റന്റുകള്,
ജൂനിയർ ആർട്ടിസ്റ്റുകൾ എല്ലാവർക്കും ഇതേ അവസ്ഥയാണ്. ഇതിലെ ടോയ്ലറ്റ് സൗകര്യം നൽകാത്തതിനെ കുറിച്ച് പറയുന്നതിനൊപ്പം കാരവാൻ ഉപയോഗത്തെക്കുറിച്ചും കമ്മിറ്റിയിൽ വിശദീകരിക്കുന്നുണ്ട്. പല സിനിമാ സെറ്റിലും കാരവാനുകളുണ്ട്. പക്ഷേ അതെല്ലാം നായകനും നായികക്കും മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. മറ്റു ആർട്ടിസ്റ്റുകൾക്ക് കാരവാൻ സൗകര്യം നൽകാറുമില്ല. സ്ത്രീകളോട് മാന്യമായും മര്യാദയോടും പെരുമാറുന്ന ഒരുപാട് സിനിമാ പ്രവർത്തകരുണ്ട്. അവർക്കൊപ്പം ജോലി ചെയ്യുന്നതില് സ്ത്രീകള് വലിയ സുരക്ഷിതത്വമാണ് അനുഭവിക്കുന്നത്. അവർ നൽകിയ മൊഴിയില് ഛായാഗ്രാഹകരും സംവിധായകരുമെല്ലാം ഉൾപ്പെടുന്നു. തന്റെ സിനിമയിൽ ജോലി ചെയ്യുന്ന എല്ലാവരുടെയും സുരക്ഷ ഉത്തരവാദിത്തത്തോടെ നോക്കിക്കാണുന്ന ഒരു ഛായാഗ്രാഹകനെക്കുറിച്ചും സംവിധായകനെക്കുറിച്ചും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു. ഇന്റിമേറ്റ് രംഗങ്ങള് ചിത്രീകരിക്കേണ്ട അവസരങ്ങളിൽ അത്യാവശ്യമുള്ളവരെ മാത്രമേ സെറ്റില് നിൽക്കാൻ അവർ അനുവദിക്കൂ. അത് അഭിനയിക്കുന്നവരിൽ കൂടുതൽ സുരക്ഷിതത്വം തോന്നിപ്പിക്കും. അങ്ങനെ ഒരുപാട് നല്ല സിനിമ പ്രവർത്തകർ എല്ലാ കാലത്തും സിനിമയിലുണ്ടായിട്ടുണ്ടെന്നും കമ്മിറ്റിക്ക് മുന്നില് ഹാജരായ സ്ത്രീകളെ മൊഴി നൽകിയിട്ടുണ്ട്. അതേസമയം സിനിമയിൽ നിന്നു പിന്മാറിയിട്ടും ചിത്രീകരിച്ച ഇന്റിമേറ്റ് സീനുകള് ഡിലീറ്റ് ചെയ്യില്ലെന്ന് നടിയെ ഭീഷണിപ്പെടുത്തിയ സംഭവവും റിപ്പോർട്ടിലുണ്ട്. പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രത്തില് വളരെ ഇന്റിമേറ്റ് ആയ രംഗങ്ങൾ ഉണ്ടെന്ന് സംവിധായകൻ പറഞ്ഞിരുന്നു. 3 മാസങ്ങൾക്കു ശേഷം ചിത്രത്തില് നഗ്നതാ പ്രദർശനവും ലിപ്ലോക്ക് രംഗവും ഉണ്ടെന്നും ശരീരഭാഗങ്ങൾ കാണിക്കുന്ന സീനുകൾ ഉണ്ടാകുമെന്നും സംവിധായകൻ അറിയിച്ചു. തുടർന്ന് ഒരു ചുംബനരംഗത്തില് അഭിനയിക്കാനും ശരീരത്തിന്റെ പിൻഭാഗം തുറന്നുകാട്ടാനും താൻ നിർബന്ധിതയായെന്ന് നടി പറയുന്നു. അടുത്ത ദിവസം നഗ്ന ദൃശ്യവും ഒരു ബാത്ത് ടബ് സീനും ചിത്രീകരിക്കുമെന്ന് സംവിധായകൻ പറഞ്ഞതോടെ പ്രതിഫലം പോലും വാങ്ങാതെ സിനിമ ഉപേക്ഷിക്കുകയായിരുന്നെന്ന് നടി വെളിപ്പെടുത്തി. സിനിമയില് തുടരാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് കാണിച്ച് നടി സംവിധായകന് സന്ദേശമയച്ചെങ്കിലും അയാള് സമ്മതിച്ചില്ല. കൊച്ചിയില് നേരിട്ട് എത്താതെ സിനിമയ്ക്കായി ചിത്രീകരിച്ച ഇന്റിമേറ്റ് സീനുകള് ഡിലീറ്റ് ചെയ്യില്ലെന്ന് സംവിധായകൻ ഭീഷണിപ്പെടുത്തി. 296 പേജ് റിപ്പോർട്ടിലെ ചില പേജുകള് പൂർണ്ണമായി പുറത്തുവിട്ടിട്ടില്ല. ഇങ്ങനെ ഒഴിവാക്കിയ പേജുകൾക്ക് പുറമെ റിപ്പോർട്ടിന്റെ അനുബന്ധമായി ചലച്ചിത്ര മേഖലകളിലെ നടിമാരും സാങ്കേതിക പ്രവർത്തകരായ വനിതകളും നൽകിയ മൊഴികൾ അടങ്ങുന്ന 400 പേജ് വരുന്ന ഭാഗവും പുറത്തുവിട്ടിട്ടില്ല. ലൈംഗിക ആവശ്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നതും ക്ഷണിക്കുന്നതുമായ ഉന്നതരുടെ ഉൾപ്പെടെ വാട്സാപ്പ് ചാറ്റുകളുടെ വിവരണം, സ്ക്രീൻഷോട്ടുകളുടെ പകർപ്പ്, കമ്മിറ്റി രേഖപ്പെടുത്തി ഒപ്പിട്ട് വാങ്ങിയ മൊഴികൾ എന്നിവയാണ് അനുബന്ധത്തിലുള്ളതെന്ന് അറിയുന്നു. ചില സ്ത്രീകള് രഹസ്യമായി റെക്കോർഡ് ചെയ്ത ദൃശ്യങ്ങളും സംഭാഷണങ്ങളും മറ്റും ഉൾപ്പെടുന്ന പെൻഡ്രൈവുകളും സിഡികളും മറ്റും അനുബന്ധത്തിന്റെ ഭാഗമായുള്ള ഇലക്ട്രോണിക് രേഖകളാണ്. നടന്മാരും സംവിധായകരും ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ പേരുകള് ഇതില് പരാമർശിക്കുന്നതായി പറയുന്നുണ്ട്. സ്ത്രീകൾക്ക് എതിരെ പുരുഷന്മാരായ ചലച്ചിത്ര പ്രവർത്തകർ നടത്തിയ പരാമർശങ്ങളും മൊഴികളും അനുബന്ധത്തിന്റെ ഭാഗമാണ്. പ്രധാന റിപ്പോർട്ടില് 296 പേജുകളാണ് ഉണ്ടായിരുന്നത്. ഇതില് സ്വകാര്യതയെ ബാധിക്കുന്നുവെന്ന പേരില് 48, 49 എന്നീ ഖണ്ഡികകളും 165 മുതൽ 169 വരെയുള്ള ഖണ്ഡികകളും ഒഴിവാക്കിയതിനു പുറമെ 61 പേജുകളും പല ഭാഗങ്ങളിലായി സാംസ്കാരിക വകുപ്പ് നടത്തിയ പരിശോധനയിൽ ഒഴിവാക്കി. വ്യക്തികളുടെ സ്വകാര്യതയും വ്യക്തിസുരക്ഷിതത്വവും മാനിച്ച് ഇവ ഒഴിവാക്കുന്നതായാണ് പറയുന്നത്. അനുബന്ധത്തില് പറയുന്ന മൊഴികള് പ്രധാന റിപ്പോർട്ടിലെ ചില ഭാഗങ്ങളില് ആവർത്തിക്കുന്നതും ഇങ്ങനെ ഒഴിവാക്കിയതില് ഉൾപ്പെടുന്നു. WCCയുടെ നിവേദനത്തെ തുടർന്നാണ് കമ്മിറ്റി രൂപീകരിച്ചത് എന്ന് പറയുന്ന തുടക്ക ഭാഗത്ത് തന്നെ ചില ഒഴിവാക്കലുകൾ നടന്നിട്ടുണ്ട്. കൊച്ചിയിലെ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തെക്കുറിച്ച് WCCയുടെ നിവേദനത്തില് പറയുന്ന കാര്യങ്ങളാണ് ഇത്. റിപ്പോർട്ടിലെ രഹസ്യ വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാനായി സ്റ്റെനോഗ്രഫറെ ഒഴിവാക്കി ജസ്റ്റിസ് ഹേമ തന്നെയാണ് 296 പേജുകളുള്ള റിപ്പോർട്ട് മുഴുവനും ടൈപ്പ് ചെയ്തത്. സെറ്റില് വച്ച് ഉപദ്രവിച്ച നടനൊപ്പം ഒരു നടിക്കു തൊട്ടടുത്ത ദിവസം അഭിനയിക്കേണ്ടി വന്നത് അടുത്ത് ഇടപെടുന്ന രംഗങ്ങളാണെന്ന് ഒരു നടി വെളിപ്പെടുത്തി. നടനോടുള്ള ദേഷ്യവും വിദ്വേഷവും കാരണം ആ ഷോട്ടിനു 17 റീടേക്കുകൾ വേണ്ടിവന്നെന്നാണോ നടി ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയത്. ആ നടൻ ആരാണെന്നു പുറം ലോകം അറിയാതിരിക്കാൻ അദ്ദേഹത്തിന്റെ പേരും സൂചന നൽകുന്ന ഭാഗങ്ങളും ഒഴിവാക്കിയാണോ സാംസ്കാരിക വകുപ്പ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. 14 പേജുകളാണ് ഇതിനായി സർക്കാർ ഒഴിവാക്കിയത്. സെറ്റില് എന്താണ് നടന്നതെന്ന ഭാഗം റിപ്പോർട്ടിൽ നിന്ന് നീക്കിയിട്ടുണ്ട്. തുടർന്നുള്ള ഭാഗം ഇങ്ങനെ: തൊട്ടടുത്ത ദിവസം അതേ മനുഷ്യനൊപ്പം ഭാര്യയായി അഭിനയിക്കേണ്ടി വന്നു. കെട്ടിപ്പിടിച്ചാണ് അഭിനയിച്ചത്. അത് ഭീകരമായ അനുഭവമായിരുന്നു. എന്റെ മുഖത്ത് ആ നടനോടുള്ള വിദ്വേഷവും വെറുപ്പും പ്രതിഫലിച്ചു. അതു കാരണം ഒരു ഷോട്ട് 17 തവണ എടുക്കേണ്ടി വന്നു എന്നിങ്ങനെയാണ് നടിയുടെ മൊഴി. സിനിമയിലെ യാഥാർത്ഥ്യങ്ങള് വിളിച്ചു പറഞ്ഞതിന്റെ പേരില് WCC അംഗങ്ങളെ വിലക്കുന്ന സാഹചര്യമുണ്ടായെന്ന് ഹേമ കമ്മിറ്റി
റിപ്പോർട്ട് പോലും വസ്തുതയ്ക്ക് നിരക്കുന്നതാണോ എന്ന സംശയമുണ്ട്. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ അക്കെതിരെയും സിനിമയിലെ ചൂഷണങ്ങൾക്ക് എതിരെയും സംസാരിച്ചതിന് WCC അംഗങ്ങളെ സിനിമയ്ക്ക് പുറത്ത് നിർത്തുകയായിരുന്നു എന്നാണ് ഹേമ കമ്മിറ്റി പറയുന്നത്. WCC അംഗങ്ങളെ സിനിമയിൽ അഭിനയിക്കാൻ അനുവദിക്കില്ലെന്ന് ഒട്ടേറെ പുരുഷന്മാര് പരസ്യമായി പറഞ്ഞതായി അംഗങ്ങൾ പറഞ്ഞതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ശത്രുപക്ഷത്തുള്ളവർക്ക് എതിരെ സ്വാഭാവികമായും നടത്തുന്ന പ്രതികരണം എന്നതിലുപരി എന്ത് പ്രാധാന്യമാണ് ഈ മൊഴിക്കുള്ളത് എന്നതും നാം ചിന്തിക്കേണ്ട കാര്യമാണ്. WCCയുടെ സ്ഥാപക അംഗമായിരുന്ന ഒരു നടിക്ക് മാത്രമാണ് അവസരങ്ങൾ ലഭിച്ചതെന്നാണ് ഹേമ കമ്മിറ്റിയുടെ മറ്റൊരു കണ്ടെത്തല്. സിനിമയിലെ സ്ത്രീകൾക്ക് ഒരു പ്രശ്നവും നേരിടുന്നില്ലെന്ന നിലപാടാണ് ഇവര് കമ്മിറ്റിക്ക് മുന്നിൽ ആവർത്തിച്ചത് എന്നും റിപ്പോർട്ടില് പരാമർശിച്ചിട്ടുണ്ട്. സിനിമയിൽ ഒരു സ്ത്രീയും ലൈംഗിക ചൂഷണത്തിന് വിധേയരായെന്ന് കേട്ടിട്ടുപോലുമില്ലെന്ന് ഇവര് പറഞ്ഞത് വാസ്തവ വിരുദ്ധമാണെന്നാണ് അന്വേഷണ റിപ്പോർട്ടില് പറയുന്നത്. ഇത് എന്ത് അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തലാണ് എന്നതിനും വിശദീകരണം വേണം. മനഃപൂർവ്വം ഈ നടി പുരുഷന്മാർക്കെതിരെ സംസാരിക്കാതിരിക്കുന്നു എന്നോ അതല്ലെങ്കിൽ സിനിമയിൽ നിന്ന് പുറത്താകരുതെന്നുള്ള സ്വാർത്ഥ താല്പര്യമെന്നോ വേണം ഈ മൊഴിയെ വിലയിരുത്തേണ്ടതെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടില് പറയുന്നത്. ഇവരുടെ മൊഴികൾക്ക് വില കൽപ്പിക്കേണ്ടതില്ലെന്നും റിപ്പോർട്ടിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ച ഹേമ കമ്മിറ്റിയുടെ ഈ നിലപാടില് തന്നെ ആ കമ്മിറ്റിയുടെ പക്ഷപാതിത്വവും വ്യക്തമാണ്. WCCയുടെ പിറവിക്ക് തന്നെ മുൻകൈയെടുത്ത ലേഡി സൂപ്പർ സ്റ്റാറിന്റെ മൊഴി തള്ളാനും ആ സംഘടനയിലെ മറ്റുള്ളവരുടെ മൊഴികള് വിശ്വാസ്യതയിലെടുക്കാനും ഹേമ കമ്മിറ്റി കാണിച്ച ജാഗ്രത എന്തായാലും ഇത്തരം ഒരു കമ്മിറ്റിക്ക് ചേർന്നതല്ല. അതെന്തായാലും പറയാതിരിക്കാന് കഴിയുകയില്ല. മറ്റേത് സംഘടനകളെയും പോലെ ഒരു സംഘടന എന്ന രൂപത്തില് അമ്മ എന്ന സംഘടനയ്ക്ക് ഭൂരിപക്ഷ അംഗങ്ങളുടെയും തീരുമാനപ്രകാരമാണ് നിലപാട് സ്വീകരിക്കാന് കഴിയുക. അത്തരം തീരുമാനങ്ങളോട് വിയോജിപ്പ് ഉള്ളവര് പുറത്തുപോയി മറ്റൊരു സംഘടന ഉണ്ടാക്കുന്നതും പ്രതികരിക്കുന്നതുമെല്ലാം സ്വാഭാവികവുമാണ്. വിവാദങ്ങള് മാർക്കറ്റ് ചെയ്ത് മുതലെടുപ്പ് നടത്തുന്ന മാധ്യമങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടവരും ഇക്കൂട്ടര് തന്നെയായിരിക്കും. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ചാനൽ യുദ്ധത്തില് കാലിടറിയവരും മുന്നോട്ട് കുതിക്കാന് ശ്രമിക്കുന്നവർക്കുമെല്ലാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇപ്പോഴത്തെ പ്രധാന വിഭവം. കിട്ടിയ റിപ്പോർട്ടിന്റെ കോപ്പികള് വച്ച് അവര് മെനയുന്ന കഥകളും റിപ്പോർട്ടിംഗ് ശൈലിയും കണ്ട് അന്തം വിട്ടിരിക്കുന്നത് ഇപ്പോൾ പൊതുസമൂഹമാണ്. സിനിമാക്കാരെ വെല്ലുന്ന തിരക്കഥകള് പ്രകാരമുള്ള റിപ്പോർട്ടുകളാണ് ഒരു വിഭാഗം മാധ്യമങ്ങളെ ഇപ്പോൾ നടത്തിവരുന്നത്. ഈ രീതി സിനിമാ മേഖലയെ തന്നെ പ്രതിസന്ധിയിലാക്കുന്നതാണ്. നമ്മുടെ സൂപ്പർ ഹീറോകളെ വില്ലന്മാരായി ചിത്രീകരിക്കുന്ന സോഷ്യൽ മീഡിയ പ്രചരണങ്ങളും ഇതിന്റെ ഭാഗമായി ശക്തമായി തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതിനെല്ലാം കാരണം ഏകപക്ഷീയമായ രീതിയിൽ പ്രവർത്തിച്ച ഹേമ കമ്മിറ്റി തന്നെയാണെന്ന് പറയേണ്ടി വരും. ലേഡി സൂപ്പർ സ്റ്റാറിന്റെ മൊഴിയില് മറ്റ് താല്പര്യങ്ങൾ കാണുന്ന ഹേമ കമ്മിറ്റി തങ്ങൾക്ക് മുന്നിൽ മൊഴി പറയാൻ എത്തിയ മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ എന്താണെന്ന് കൂടി മനസ്സിലാക്കണമായിരുന്നു. സിനിമാ മേഖലയിൽ നിന്നും തഴയപ്പെടുന്നതിന്റെ ഫ്രഡേഷന് തീർക്കാന് ഹേമ കമ്മിറ്റിയെ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതും ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. ഇതൊക്കെ പറയുമ്പോഴും ടോയ്ലറ്റ് സൗകര്യം ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങളില് ഹേമ കമ്മിറ്റി മുന്നോട്ട് വച്ച ആശങ്കകളും നിർദ്ദേശങ്ങളും സ്വാഗതാർഹം തന്നെയാണ്. ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കാന് സിനിമാ നിർമ്മാതാക്കൾ ഉൾപ്പെടെ തയ്യാറാകേണ്ടതുണ്ട്. എല്ലാ മേഖലയിലുമുള്ള കുഴപ്പങ്ങള് പോലെ സിനിമാ മേഖലയിലും കുഴപ്പങ്ങള് കാണും. അതിനെയൊക്കെ അപ്പോൾ തന്നെ ചോദ്യം ചെയ്തു പോകുകയാണ് വേണ്ടത്. ഒരാള്, അത് ആര് തന്നെ ആയാലും ഉപദ്രവിക്കാനോ മോശമായി പെരുമാറാനോ വന്നാല് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അവന്റെ ജീവിതം തന്നെ തകർക്കാന് പറ്റുന്ന കാലമാണിത്. ഒരു സ്ത്രീ വിരൽ ചൂണ്ടി സംസാരിച്ചാല് തളരുന്ന മനസ്സുകളെ സിനിമാ മേഖലയിലേ ഉള്ളൂ. കാരണം അവരെല്ലാം നിലനിൽക്കുന്നത് തന്നെ ഇമേജിന്റെ പുറത്താണ്. ഇങ്ങനെയുള്ള ഒരു മേഖലയില് മാഫിയ പ്രവർത്തനവും സ്ത്രീ പീഡനവും എല്ലാം ആരോപിച്ചാല് അത് വിശ്വസിക്കാൻ എന്തായാലും ബുദ്ധിമുട്ടാണ്. പരസ്പര ഇഷ്ടപ്രകാരം ആർക്കൊപ്പവും ആർക്കും കിടപ്പറ പങ്കിടാന് നിയമപരമായ പരിരക്ഷയുള്ള ഈ കാലത്ത് അത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും സ്ത്രീപീഡനമായി കണക്കാക്കാനും കഴിയുകയില്ല. പണം മുടക്കുന്നവരും സംവിധായകരുമാണ് ഒരു സിനിമയില് ആരൊക്കെ അഭിനയിക്കണമെന്ന് തീരുമാനിക്കുന്നത്. തീർച്ചയായും അത് തീരുമാനിക്കാൻ അവർക്ക് തന്നെയാണ് അധികാരം. ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്നവരില് ചിലര് മാത്രം പരിഗണിക്കപ്പെടുന്നില്ലെങ്കിൽ അവര് വിലപിച്ചിട്ടും കാര്യമില്ല. കഥാപാത്രം ആവശ്യപ്പെടുന്ന റോളിൽ ആര് അഭിനയിക്കണമെന്നത് ആ സിനിമ എടുക്കുന്നവരുടെ തീരുമാനമാണ്. ഇവിടെ പ്രത്യേക സംവരണം ഒന്നുമില്ലെന്നതും ഓർത്തുകൊള്ളണം. ധാരാളം പുതുമുഖ നടിമാരെ മറ്റു ഭാഷകളിലേക്ക് പോലും സംഭാവന ചെയ്യുന്നത് മലയാള സിനിമയാണ്. ഇവർക്കാർക്കുമില്ലാത്ത പരാതികളാണ് ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ ചിലര് മുന്നോട്ട് വച്ചിരിക്കുന്നത്.
ഇതെല്ലാം കൂട്ടിച്ചേർത്താണ് ഒരു റിപ്പോർട്ടായി 2019 ഡിസംബർ 31 സർക്കാരിന് മുന്നിൽ സമർപ്പിക്കപ്പെട്ടിരുന്നത്. സ്വകാര്യതയെ ബാധിക്കുന്നതും ആളുകളെ തിരിച്ചറിയുന്നതുമായ വിവരങ്ങൾ ഒഴിവാക്കി 233 പേജുകളുള്ള റിപ്പോർട്ട് കൈമാറാനുള്ള വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ് പ്രകാരമാണ് സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് പുറത്ത് വിട്ടിരിക്കുന്നത്. മൊഴി പകർപ്പുകളും അതിന്റെ അനുബന്ധവും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. പുറത്തുവന്നതിൽ തന്നെ ഇതാണ് വിവാദമെങ്കിൽ ഒഴിവാക്കിയ ഭാഗങ്ങൾ കൂടി പുറത്തു വന്നാല് എന്തായിരിക്കും ചർച്ചകള് എന്നത് നമുക്ക് സങ്കല്പിക്കാന് പറ്റുന്നതിലും അപ്പുറമാണ്. യാതൊരു തെളിവുകളുടെ പിൻബലവുമില്ലാതെ ആരോപണങ്ങള് മുൻനിർത്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ടായി നൽകിയാല് അതിന് ഇത്ര വലിയ പ്രാധാന്യം നൽകേണ്ടതുണ്ടോ എന്ന ചോദ്യം മാധ്യമങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. മാധ്യമ മേഖലയിലെ സ്ത്രീകള് നേരിടുന്ന പ്രശ്നങ്ങള് പഠിക്കാന് സർക്കാര് ഒരു കമ്മിറ്റിയെ വച്ചാല് എന്തായിരിക്കും സ്ഥിതി എന്നതും ഓർക്കുന്നത് നല്ലതാണ്. മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നും പുറത്തു പോയവര് ഉൾപ്പെടെ അത്തരം ഘട്ടങ്ങളില് നൽകുന്ന മൊഴികള് ഒരിക്കലും പല മാധ്യമ സ്ഥാപനങ്ങൾക്കും തീർച്ചയായും ഗുണകരമായിരിക്കുകയില്ല. കാളപറ്റു എന്ന് കേട്ട മാത്രയില് കയറെടുക്കാന് ഓടുന്നതിന് മുൻപ് ഇക്കാര്യം കൂടി ഓർക്കുന്നത് നല്ലതാണ്.